എല്ലാവർക്കും സ്വാഗതം. 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിലെ വെറുമൊരു അധ്യായമല്ല കേട്ടോ. അത് നമ്മെ അതിശയിപ്പിക്കുന്നൊരു വലിയ ആത്മീയ പരിവർത്തനത്തിന്റെ കഥ കൂടിയാണ്. ഏകദേശം 1000 വർഷങ്ങൾ നീണ്ടുനിന്ന ഈ ഉപഭൂഖണ്ഡത്തെ ആകെ മാറ്റിമറിച്ച ഭക്തിയുടെയും സൂഫി പാരമ്പര്യങ്ങളുടെയും ആഴങ്ങളിലേക്കാണ് ഈ വിവരണത്തിലൂടെ നമ്മളിന്ന് യാത്ര തിരിക്കുന്നത്. നമുക്ക് തുടങ്ങാമല്ലേ? ഈ ഒരു യാത്രയിൽ പ്രധാനമായും 5 നാഴികക്കല്ലുകളാണ് നമ്മൾ പിന്നിടുന്നത്. ആദ്യം വ്യത്യസ്ത വിശ്വാസങ്ങൾ എങ്ങനെ ഒന്നിച്ചു ചേർന്നു എന്ന് നോക്കാം. പിന്നെ ഈ മാറ്റങ്ങൾക്ക് തീപ്പൊരിയായ ദക്ഷിണേന്ത്യയിലേക്ക് പോകാം. അവിടെ നിന്ന് ഭരണാധികാരികൾ ഇതിനെ എങ്ങനെ സ്വാധീനിച്ചുവെന്നും കർണാടകത്തിൽ നടന്ന വീരശൈവ മുന്നേറ്റം എന്തായിരുന്നുവെന്നും ഒടുവിൽ ഉത്തരേന്ത്യയിലെ വലിയ മാറ്റങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഭക്തിയുടെയും സമത്വത്തിന്റെയും അലയോലികൾ എങ്ങനെയാണ് ഇന്ത്യയാകെ പടർന്നതെന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? തുടക്കത്തിൽ തന്നെ ഈ 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്താണെന്ന് നോക്കാം. യാഥാസ്ഥിതിക ആചാരങ്ങളും സാധാരണക്കാരുടെ നാട്ടുവിശ്വാസങ്ങളും തമ്മിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം എങ്ങനെയാണ് ഒന്നിച്ചു ചേർന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും അതൊരു സാംസ്കാരിക സമന്വയമായിരുന്നു. ഇനി ചരിത്രകാരന്മാർ എങ്ങനെയാണ് ഇത്രയും പഴയൊരു കാലഘട്ടത്തെ പുനർനിർമ്മിക്കുന്നത് എന്ന് നോക്കാം. ഒരു വശത്ത് സ്തൂപങ്ങളും ക്ഷേത്രങ്ങളും പോലുള്ള പുരാവസ്തുക്കൾ, മറുവശത്ത് പുരാണങ്ങൾ. എന്നാൽ ഇതൊന്നുമല്ല ഇതിലെ ഏറ്റവും ആവേശകരമായ കാര്യം. അന്ന് ഉയർന്നുവന്ന പുതിയ സാഹിത്യ സ്രോതസ്സുകളാണ്. അതായത് സാധാരണക്കാരുടെ ഭാഷയിൽ നാട്ടുകവികളും സന്യാസിമാരും വാമൊഴിയായി പാടി നടന്ന ഗാനങ്ങളും ഭക്തർ അവരുടെ സ്വന്തം അനുഭവങ്ങൾ വെച്ച് എഴുതിയ ജീവചരിത്രങ്ങളും. ശരിക്കും ഈ വാമൊഴി പാട്ടുകളാണ് ചരിത്രത്തിന് ജീവൻ നൽകുന്നത്. ഈയൊരു വലിയ മാറ്റം മനസ്സിലാക്കാൻ റോബർട്ട് റെഡ്ഫീൽഡ് എന്ന അമേരിക്കൻ സാമൂഹിക ശാസ്ത്രജ്ഞൻ പറഞ്ഞ വളരെ രസകരമായ 2 വാക്കുകൾ നമ്മൾ അറിയണം. വലിയ പാരമ്പര്യങ്ങളും ചെറിയ പാരമ്പര്യങ്ങളും. ഭരണാധികാരികളും പുരോഹിതരുമൊക്കെ പിന്തുടർന്നിരുന്ന വലിയ ആചാരങ്ങളെയാണ് അദ്ദേഹം വലിയ പാരമ്പര്യം എന്ന് വിളിച്ചത്. എന്നാൽ സാധാരണക്കാരായ കർഷകരും ഗ്രാമീണരും പിന്തുടർന്നിരുന്നതോ ചെറിയ പാരമ്പര്യങ്ങളും. ഈ വലിയവരും ചെറിയവരും തമ്മിൽ നടന്ന നിരന്തരമായ ആശയവിനിമയത്തിലൂടെയാണ് പുതിയ വിശ്വാസങ്ങളെല്ലാം രൂപപ്പെട്ടത്. ഇതിന് ഏറ്റവും മികച്ചൊരു ഉദാഹരണം ഞാൻ പറയാം. ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം. അവിടെ എന്താണ് സംഭവിച്ചതെന്നോ? പ്രാദേശിക ഗിരിവർഗക്കാർ കാട്ടിലെ തടികൊണ്ട് നിർമ്മിച്ച് ആരാധിച്ചിരുന്നൊരു നാട്ടുദൈവത്തെ സാക്ഷാൽ വിഷ്ണുവിന്റെ രൂപമായ ജഗന്നാഥനായി ഔദ്യോഗികമായി അംഗീകരിച്ചു. വലിയ പാരമ്പര്യവും ചെറിയ പാരമ്പര്യവും തമ്മിലുള്ള അവിശ്വസനീയമായ ഒരു ഒത്തുചേരലായിരുന്നു അത്. അക്കാലത്ത് നിലനിന്നിരുന്ന 2 വ്യത്യസ്ത രീതികൾ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഒരു വശത്ത് യാഗങ്ങളിലൂടെയും മന്ത്രോച്ചാരണങ്ങളിലൂടെയും മാത്രം ഈശ്വരനെ സമീപിക്കുന്ന വൈദിക പാരമ്പര്യം. അവിടെ നിർഭാഗ്യവശാൽ ജാതിയുടെയും ലിംഗത്തിന്റെയും പേരിൽ പലർക്കും പ്രവേശനമില്ലായിരുന്നു. എന്നാൽ മറുവശത്തോ ഉപഭൂഖണ്ഡത്തിലാകെ പടർന്നു പന്തലിച്ച താന്ത്രിക ആചാരങ്ങളുണ്ടായിരുന്നു. അവർ ജാതിയും വർഗവും ഒന്നും നോക്കിയില്ല. സ്ത്രീകൾക്കും അവർ തുല്യ പ്രാധാന്യം നൽകി. ഈ 2 വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള ഉരസലുകളാണ് ശരിക്കും പുതിയ ഭക്തിമാർഗങ്ങൾക്ക് വഴി തുറന്നത്. ഇനി നമുക്ക് നമ്മുടെ ശ്രദ്ധ കുറച്ചൊന്ന് തെക്കോട്ട് മാറ്റാം. വൈകാരികവും എന്നാൽ തീർത്തും വിപ്ലവകരവുമായ ആ പ്രാരംഭ ഭക്തിപ്രസ്ഥാനം ജനിച്ച നമ്മുടെ സ്വന്തം തെന്നിന്ത്യയിലേക്ക്. ഇവിടെ നിന്നാണ് ആ വലിയ മാറ്റത്തിന്റെ കാറ്റ് ശരിക്കും വീശി തുടങ്ങിയത്. ഇവിടെ ഏറ്റവും കൗതുകകരമായൊരു കാര്യം ഞാൻ പറയാം. അക്കാലത്ത് ഈശ്വരനെ എങ്ങനെ സങ്കല്പിക്കണമെന്നതിൽ 2 പ്രധാന രീതികളാണുണ്ടായിരുന്നത്. സഗുണഭക്തിയെന്നും നിർഗുണഭക്തിയെന്നും. സഗുണഭക്തിയെന്ന് നമുക്കറിയാമല്ലോ, ശിവൻ, വിഷ്ണു അല്ലെങ്കിൽ ദേവി എന്നിങ്ങനെ പ്രത്യേക രൂപവും ഭാവവുമുള്ള ദൈവങ്ങളെ ആരാധിക്കുന്ന രീതി. എന്നാൽ നിർഗുണഭക്തിയോ, രൂപമോ ഗുണങ്ങളോ ഇല്ലാത്ത തികച്ചും അമൂർത്തമായൊരു പരമാത്മാവിനെ ആരാധിക്കുന്ന വളരെ വ്യത്യസ്തമായ രീതിയായിരുന്നു അത്. 6-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലാണ് ഈ ഭക്തി പ്രസ്ഥാനം അതിൻ്റെ ഏറ്റവും വലിയ ജനകീയ രൂപം പ്രാപിക്കുന്നത്. വിഷ്ണുഭക്തരായ ആഴ്വാർമാരും ശിവഭക്തരായ നായനാർമാരുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇവരെന്തു ചെയ്തുവെന്നറിയാമോ? യാഥാസ്ഥിതികരുടെ സംസ്കൃതമൊക്കെ മാറ്റിവെച്ച് തമിഴിൽ ഭക്തിഗാനങ്ങൾ പാടി നാടുനീളെ സഞ്ചരിച്ചു. സമൂഹത്തിൽ ഐത്തം കൽപ്പിച്ചു മാറ്റി നിർത്തിയിരുന്നവരെയും കർഷകരെയും അവർ കൂടെ കൂട്ടി. ബ്രാഹ്മണാധിപത്യത്തിനും ജാതിവ്യവസ്ഥയ്ക്കുമെതിരെ താഴെത്തട്ടിൽ നിന്നുള്ളൊരു വലിയ പൊട്ടിത്തെറിയും കൂടിയായിരുന്നു അത്. ഇത് എത്രത്തോളം ശക്തമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആഴ്വാർ സന്യാസിയായ തൊണ്ടരടിപ്പൊടിയുടെ ഈ വാക്കുകൾ ഒന്ന് കേട്ടുനോക്കൂ. തന്നോട് ഭക്തിയില്ലാത്ത ഒരു ചതുർവേദിയെ വിഷ്ണു സ്നേഹിക്കുന്നില്ല. എന്നാൽ വിഷ്ണുവിന്റെ പാദങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു അധസ്ഥിതനെ അദ്ദേഹം അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ജാതി വിവേചനങ്ങൾക്കെതിരെയുള്ള അവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്? ഈ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ അതിശയിപ്പിക്കുന്ന സാന്നിധ്യമാണ്. വിഷ്ണുവിനോടുള്ള തീവ്രമായ പ്രണയം കവിതകളിലൂടെ തുറന്നു പറഞ്ഞ ആണ്ടാൾ എന്ന വനിത ആഴ്വാർ, അതുപോലെ സന്യാസത്തിനുവേണ്ടി കടുത്ത ജീവിതചര്യകൾ സ്വീകരിച്ച കാറേക്കാൽ അമ്മയാർ, ഇവർ വെറുമൊരു പരമ്പരാഗത സന്യാസിനികളായിരുന്നില്ല കേട്ടോ. അന്നത്തെ കർശനമായ പുരുഷാധിപത്യ വ്യവസ്ഥിതിയെ സ്വന്തം ജീവിതം കൊണ്ടും കവിതകൾ കൊണ്ടും അവർ മുഖത്തു നോക്കി ചോദ്യം ചെയ്യുകയായിരുന്നു.
ഇത്രയും വലിയൊരു ജനകീയ മുന്നേറ്റം നടക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അതാണ് നാം ഇനി നോക്കാൻ പോകുന്നത്. ചോളന്മാരെപ്പോലുള്ള മഹാസാമ്രാജ്യങ്ങൾ ഈ ജനകീയ ഭക്തിപ്രസ്ഥാനത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചോളരാജാക്കന്മാർ ഈ പ്രസ്ഥാനത്തെ പിന്തുണച്ചത് കേവലം ഭക്തി കൊണ്ട് മാത്രമല്ല, അതൊരു ബുദ്ധിപരമായ രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു. സന്യാസിമാരുടെ ദർശനങ്ങൾ ഉൾക്കൊണ്ട് അവർ ചിദംബരത്തും തഞ്ചാവൂരുമൊക്കെ കൂറ്റൻ ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. അപ്പർ, സമ്പന്തർ തുടങ്ങിയ സന്യാസിമാരുടെ മനോഹരമായ വെങ്കല പ്രതിമകളും അവർ അവിടെ സ്ഥാപിച്ചു. ഇതിനു പിന്നിലെ തന്ത്രമെന്തായിരുന്നെന്നോ? ചോള സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലായിരുന്ന വെള്ളാള കർഷകരുടെ പിന്തുണയുറപ്പാക്കുക. ജനങ്ങൾക്ക് പ്രിയപ്പെട്ട സന്യാസിമാരെ രാജാക്കന്മാർ ഒപ്പം നിർത്തി. അത്രതന്നെ. അടുത്തതായി നാം പോകുന്നത് ഭക്തിയുടെ മറ്റൊരു വലിയ അലയൊലിയിലേക്കാണ്. കർണാടകത്തിൽ സാധാരണക്കാരിൽ നിന്നും ഉയർന്നുവന്ന വളരെ ശക്തമായ ഒരു ആത്മീയ വിപ്ലവം. അതാണ് വീരശൈവ മുന്നേറ്റം. 12ാം നൂറ്റാണ്ടിൽ ചാലൂക്യ രാജസഭയിലെ മന്ത്രിയായിരുന്ന ബസവണ്ണയുടെ നേതൃത്വത്തിലാണ് ഈ വിപ്ലവം കൊടുമ്പിരികൊള്ളുന്നത്. ഈ വീരശൈവർ അഥവാ ലിംഗായത്തുകളെന്നറിയപ്പെട്ട വിഭാഗം വലിയ വിപ്ലവകാരികളായിരുന്നു. നിലനിന്നിരുന്ന ജാതിവ്യവസ്ഥയെയും ഐത്തത്തെയും അവർ വെല്ലുവിളിച്ചു. പുനർജന്മം എന്ന ആശയത്തെ ചോദ്യം ചെയ്തു. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന പഴയ രീതിക്ക് പകരം അവർ സംസ്കരിക്കുന്ന രീതി കൊണ്ടുവന്നു. ഏറ്റവും വിപ്ലവകരമായ മാറ്റം എന്തായിരുന്നെന്നോ? വിധവാ വിവാഹത്തെ അവർ ശക്തമായി പ്രോത്സാഹിപ്പിച്ചു. അന്നത്തെ കാലത്ത് അതൊരു വലിയ കാര്യമായിരുന്നു. അന്നത്തെ കാലത്തെ ആചാരങ്ങളിലെ കാപട്യത്തെക്കുറിച്ച് ബസവണ്ണ രചിച്ച ഒരു വചനം ഞാൻ വായിക്കാം. വളരെ ശ്രദ്ധേയമാണിത്. കല്ലിൽ കൊത്തിയ പാമ്പിനെ കണ്ടാൽ അവർ അതിൽ പാലൊഴിക്കുന്നു. എന്നാൽ ഒരു യഥാർത്ഥ പാമ്പ് വന്നാലോ അവർ പറയുന്നു കൊല്ലൂ, കൊല്ലൂ എന്ന്. വിശന്നു വരുന്നൊരു ഭഗവദ്ദാസനോട് പോകൂ എന്ന് പറയുന്നവർ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത കൽവിഗ്രഹങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണമർപ്പിക്കുന്നു. എത്ര മൂർച്ചയോടെയാണ് അദ്ദേഹം ആ അന്ധവിശ്വാസങ്ങളെ പൊളിച്ചെടുക്കുന്നതെന്ന് നോക്കൂ. ഈ ചരിത്രയാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഉത്തരേന്ത്യയിലെ മാറ്റങ്ങൾ, പുതിയ സാമൂഹിക വിഭാഗങ്ങൾ ഈ ആത്മീയവേദിയിലേക്ക് കടന്നുവരുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വ്യാപാരവും നഗരങ്ങളും വളർന്നതോടെ ഉത്തരേന്ത്യയിൽ പുതിയ സാമ്പത്തിക മാറ്റങ്ങളുണ്ടായി. അങ്ങനെ നെയ്ത്തുകാരും കരകൗശല തൊഴിലാളികളും അടങ്ങുന്ന സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പുതിയ ആത്മീയ നേതാക്കൾ ഉയർന്നുവന്നു. നാഥന്മാർ, ജോഗികൾ, സിദ്ധന്മാർ എന്നൊക്കെയാണ് ഇവർ അറിയപ്പെട്ടത്. ഇവർ വേദങ്ങളുടെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്തു. സംസ്കൃതം ഒഴിവാക്കി സാധാരണക്കാരുടെ സ്വന്തം പ്രാദേശിക ഭാഷയിൽ അവരോട് സംസാരിച്ചു. യാഥാസ്ഥിതികരുടെ ചട്ടക്കൂടുകൾക്ക് പുറത്തായിരുന്നു ഇവരുടെ ലോകം. നൂറ്റാണ്ടുകളിലൂടെ ഈ ആത്മീയ തരംഗം എങ്ങനെയാണ് ഇന്ത്യയാകെ പടർന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 6ാം നൂറ്റാണ്ടിൽ താഴെ തമിഴ്നാട്ടിലെ ആഴ്വാർ നായനാർമാരിൽ തുടങ്ങിയ ആ ചെറിയ തീപ്പൊരി 12ാം നൂറ്റാണ്ടിൽ കർണാടകയിലെ വീരശൈവരിലൂടെ വളർന്ന് 13ാം നൂറ്റാണ്ടോടെ മഹാരാഷ്ട്രയിലേക്കും മറ്റും പടർന്ന് പന്തലിച്ചു. കൃത്യം ഇതേ കാലയളവിൽ തന്നെയാണ് ഉത്തരേന്ത്യയിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ ഉദയവും സംഭവിക്കുന്നത്. 13ാം നൂറ്റാണ്ടിലെ തുർക്കികളുടെ വരവും ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപനവും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ മാറ്റം ചെറുതായിരുന്നില്ല. അതോടെ രജപുത്ര ഭരണകൂടങ്ങൾക്കും അവിടെയുണ്ടായിരുന്ന പഴയ ആധിപത്യങ്ങൾക്കും വലിയ ഇളക്കം തട്ടി. ഈ പഴയ വ്യവസ്ഥകളുടെ തകർച്ച ശരിക്കും പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ സൂഫി പാരമ്പര്യങ്ങൾക്ക് വളരെ വേഗത്തിൽ വേരുറപ്പിക്കാനും വളരാനുമുള്ള മികച്ചൊരവസരമാണ് ഒരുക്കിക്കൊടുത്തത്. ഇനി ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഈ വിവരണം അവസാനിപ്പിക്കാം. നൂറ്റാണ്ടുകൾ നീണ്ട ഈ ആത്മീയ വിപ്ലവങ്ങൾ സമത്വത്തിനും ഭക്തിക്കും സാംസ്കാരിക ഐക്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ യാത്രകളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ പഴയ കവികളും സന്യാസിമാരും കൊളുത്തിവെച്ച ആ വെളിച്ചം ഇന്നും നമ്മുടെ ഇടയിൽ എവിടെയൊക്കെയോ കെടാതെ നിൽപ്പുണ്ടല്ലേ? ചരിത്രത്തിന്റെ ഈ വലിയ അധ്യായത്തിലൂടെ നമ്മളോടൊപ്പം യാത്ര ചെയ്തതിന് ഒത്തിരി നന്ദി. വീണ്ടും കാണാം.